പാളയത്തിൽ പടയുടെ ഇരകളാണ് എന്നും പാകിസ്ഥാൻ. ആഭ്യന്തര സംഘർഷങ്ങൾ ഇല്ലാത്ത കാലം ഉണ്ടായിട്ടേയില്ല. സൈന്യവും ഭീകരരും ചേർന്ന് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ സംഘർഷ ഭൂമിയായി മാറ്റിയിട്ടുണ്ട്. പാക് ജനത എന്നും ആശങ്കയുടെയും അനിശ്ചിതത്വത്തിന്റെയും മുൾമുനയിലാണ് ജീവിക്കുന്നത്. രൂപീകരണത്തിന്റെ കാലം തൊട്ടേ അനേകം സംഘർഷങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. കാശ്മീരിനെ സ്വന്തമാക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങളെയെല്ലാം വിജയകരമായി പ്രതിരോധിച്ച ഇന്ത്യ തന്നെയായിരുന്നു അവരുടെ ഏറ്റവും പ്രധാന ശത്രു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേടിയ സാമ്പത്തിക വളർച്ചയുടെ അടുത്തെങ്ങും എത്തുവാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ശത്രുക്കൾ അവരുടെ രാജ്യത്തിനുള്ളിൽ തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റും ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ സ്വാധീനമുള്ള സായുധ സംഘങ്ങളുമാണ് നിലവിൽ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ തലവേദന. അഫ്ഗാൻ അതിർത്തിയിൽ പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള സംഘർഷം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയതോടെ അഫ്ഗാനിൽ നിന്നുള്ള അഭയാർത്ഥികളെ പാകിസ്ഥാൻ പുറത്താക്കിയിരുന്നു. ഈ സംഭവം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തി. ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെയും ബലൂചിസ്ഥാനിലെയും സായുധ സംഘങ്ങൾക്ക് അഫ്ഗാനിലെ താലിബാൻ ഗവൺമെന്റ് സഹായങ്ങൾ നൽകുന്നു എന്ന ആരോപണവും പാകിസ്ഥാൻ നടത്തിയിരുന്നു. ഇപ്പോഴിതാ പാകിസ്ഥാനെ വീണ്ടും രണ്ടായി വിഭജിക്കും എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അഫ്ഗാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയായ ഷേർ മുഹമ്മദ് അബ്ബാസ്. 1971 ഇന്ത്യയുടെ സഹായത്തോടെ ബംഗ്ലാദേശ് സ്വതന്ത്രമായതുപോലെ പാകിസ്ഥാനിൽ നിന്ന് തങ്ങൾക്ക് അവകാശപ്പെട്ട പ്രദേശങ്ങൾ പിടിച്ചെടുക്കും എന്നാണ് താലിബാന്റെ ഭീഷണി. താലിബാന്റെ പാകിസ്ഥാൻ ഘടകമായ തെഹ്രിക്ക് താലിബാൻ രാജ്യത്ത് ശക്തി പ്രാപിച്ചു വരികയാണ്. ഇവരുമായുള്ള ഒരു ആഭ്യന്തര യുദ്ധത്തിനുള്ള സാധ്യതയും ഏറി വരികയാണ്. പാക് അഫ്ഗാൻ അതിർത്തിയിലും തുടർച്ചയായ ആക്രമണ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. തകർന്നു തരിപ്പണമായ അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗം. അതോടൊപ്പം പാകിസ്ഥാനിലെ ജനാധിപത്യ പ്രക്രിയയും താറുമാറായിരിക്കുകയാണ്. അധികാരം കൈയാളിയിരിക്കുന്ന സൈന്യാധിപത്യത്തിനെതിരെ ജനരോക്ഷവും ആളിക്കത്തുകയാണ്. ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാന്റെ പാർട്ടിയെ അട്ടിമറിയിലൂടെയാണ് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് എന്ന ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് പാകിസ്ഥാൻ അടുക്കുന്നതെന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാണ്. ഈ അവസരത്തിൽ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളും പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ ജനതയെ ഒരുമിപ്പിച്ച് നിർത്തുവാൻ അവിടുത്തെ ഗവൺമെന്റിന് കഴിയുന്നില്ല. താലിബാനുമായി നേരിട്ടൊരു യുദ്ധം അതിജീവിക്കുവാനും പാകിസ്ഥാൻ ഇപ്പോൾ സജ്ജമല്ല. പാകിസ്ഥാന്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാക്കുന്നതാണ് അവസാനമില്ലാതെ രാജ്യത്തിന് അകത്തും പുറത്തും തുടരുന്ന സംഘർഷങ്ങൾ.